യുഗാന്തരങ്ങൾക്ക് മുൻപ് ദേവലോകം വളരെയധികം സമാധാനത്തിലും നന്മയുടെ പ്രകാശത്തിലും നിറഞ്ഞൊരിടമായിരുന്നു. എന്നാൽ ആ നന്മയ്ക്ക് മേലെ കാലം ഒരു തിന്മയ്ക്കും ജന്മം നൽകി. മഹിഷാസുരൻ. അവനൊരു സാധാരണ അസുരജന്മം മാത്രമായിരുന്നില്ല. പാതി മനുഷ്യനും പാതി മഹിഷവും ചേർന്ന വലുപ്പത്തിലും ശക്തിയിലും ഭയത്തിന്റെ കണൽ കോരിയിടാൻ തക്ക കരുത്തുള്ള ഒരു അമാനുഷിക രൂപിയായിരുന്നു അത്. ഭയത്തെ പോലും നടക്കുന്ന ആ രൂപത്തിന് പുറമെ ബ്രഹ്മാവിൽ നിന്നും കിട്ടിയ വരമാണ് അവനെ തീർത്തും അജയനാക്കിയത്. ഈ പ്രപഞ്ചത്തിൽ ഒരു സ്ത്രീയാൽ മാത്രമേ തനിക്ക് മരണം സംഭവിക്കാൻ പാടുള്ളൂ എന്ന വരം നേടിയപ്പോൾ മഹിഷാസുരൻ സ്വയം തന്റെ അമരത്വം ഉറപ്പുവരുത്തി. അവന്റെ ആ ശക്തിയിൽ അസുരസേന വളർന്നു. ദേവലോകത്തെ ശക്തമായി തന്നെ ആക്രമിച്ച് കീഴടക്കി. അങ്ങനെ നന്മയുടെ പ്രകാശം പാടാ സ്വർഗഭൂമിയിൽ ഇരുട്ടിന്റെ നിഴൽ മൂടി തുടങ്ങി. എന്നാൽ ഇതേ സമയം പരാജിതരായ ദേവന്മാർ ഒന്നടങ്കം ത്രിമൂർത്തികളിലാണ് അഭയം തേടിയത്. പ്രപഞ്ചത്തിന്റെ രക്ഷയ്ക്കായി, അതിലുപരി മഹിഷാസുരന്റെ അന്ത്യത്തിനായി. ദേവന്മാരുടെ സങ്കടം കേട്ട മഹാദേവൻ അവരോടായി ഒന്നു മാത്രമാണ് പറഞ്ഞത്: തിന്മ വാണരുളുന്ന ലോകത്ത് നന്മയുടെ പ്രകാശം ഉദയം കൊള്ളുക തന്നെ ചെയ്യും. ഓരോ കഥകളും നമുക്ക് മുന്നിൽ കോറിയിടുന്നത് ഓരോ ചരിത്രങ്ങളാണ്. ആ ചരിത്രത്തിന്റെ കാണാ കഥകൾ അടുത്തറിയാൻ ഫോളോ ചെയ്യാം കനവ് കഥ.